ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ സമീപ പ്രദേശത്തുള്ള ദൃശ്യങ്ങളുമാണ്. ഇന്ന് വളരെ മഴയുള്ള ദിവസമായിരുന്നിട്ടും ഈ കൊച്ചു കുട്ടികളെയൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ അവിടെയൊക്കെ കാണാൻ കൊണ്ടുവരുന്നതാണ്. അത് ടീച്ചേഴ്സും ചില പേരൻസും ഒക്കെ അതിനോട് അക്കമ്പനി ചെയ്യും. ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടൻ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ലണ്ടൻ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. തെയിംസ് നദിക്ക് കുറുകെയാണ് ഇത്. നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഒരു ഹിസ്റ്റോറിക്കൽ സ്മാരകമാണ്, ചരിത്ര സ്മാരകമാണ്. തെയിംസ് റിവറാണ്. അതിൻ്റെ ഇരുവശങ്ങളിലും സിറ്റിയൊക്കെ പൊതുവെ അങ്ങനെയാണല്ലോ, വളരെ മനോഹരമായ പ്ലാൻഡായിട്ടുള്ള കെട്ടിടങ്ങൾ, വളരെ ഭംഗിയുള്ള കെട്ടിടങ്ങളും തെയിംസ് നദിക്ക് മുകളിലൂടെ നിലകൊള്ളുന്ന ഒരു പ്രശസ്തമായ പാലമാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഇത് നഗരത്തിൻ്റെ ചരിത്രത്തിലും ഗതാഗതത്തിലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. പണ്ട് പുരാതന കാലം മുതൽ തന്നെ ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടനിലെ പ്രധാന കടന്നു പോകുന്നതിനുള്ള വഴികളിലൊന്നായി ഉപയോഗിച്ചിരുന്നു. ആദ്യകാലം ലണ്ടൻ ബ്രിഡ്ജ് റോമൻ ഭരണകാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. തുടർന്ന് പലതവണ ഇത് പുനർനിർമ്മിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന ആധുനിക ലണ്ടൻ ബ്രിഡ്ജ് 1973 ആണ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ഇത് ലണ്ടൻ നഗരത്തിലെ ബിസിനസ് മേഖലയായ സിറ്റിയെയും സൗത്ത് ആർക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. ലണ്ടൻ ബ്രിഡ്ജ് ലോകപ്രശസ്തമായ ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്ന ബാലഗീതത്തിലൂടെയും അറിയപ്പെടുന്നു. ലളിതമായ രൂപകൽപ്പനയാണെങ്കിലും ലണ്ടൻ്റെ ചരിത്രവും വികസനവും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന സ്മാരകമാണ് ഈ പാലം. ഇതൊക്കെ അവിടുത്തെ ഫസ്റ്റ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കുറച്ച് സിമ്പിൾസാണ്. അതിലൊക്കെ അവർ ഉപയോഗിച്ച ആയുധങ്ങളുടെ മോഡലും. വേറൊരു സ്കൂളിലെ കുട്ടികളാണ്. തെയിംസ് റിവറിൽ കൂടെ ഒരു ബോട്ട് പോകണം. അപ്പം ഇത്തരം ലണ്ടനിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാം. അപ്പം ലണ്ടൻ കാഴ്ചകൾ
ലണ്ടനിൽ ഈ വളരെ ദൂരെ കിടക്കുന്ന രാജ്യത്തും വരാൻ വളരെ ഈസി അല്ലാത്ത ഒരു പ്രദേശത്തെ കാഴ്ചകൾ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് എല്ലാ പ്രദേശങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്ത് എൻ്റെ ചാനലിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിത്തരും. അത് ഒരു തേംസ് റിവറിൽ ബോട്ട് സർവീസുണ്ട്, ടിക്കറ്റ് എടുക്കണം. ആ ബോട്ട് ജെട്ടിയാണ്, അവിടെ നിന്നാണ് ആളുകൾ ബോട്ടിൽ കയറുന്നത്. അത് പല യൂറോപ്പിലെ, എസ്പെഷ്യലി യൂറോപ്പിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് ഗൈഡുകളുമായിട്ട് ബാച്ചുകളായിട്ട് എല്ലാ ദിവസങ്ങളിലും ആളുകൾ വരാറുണ്ട്. വ്യത്യസ്ത ഭാഷകളിൽ ഗൈഡ് അവരൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന കാണാം. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ലണ്ടനിൽ വരുന്നവർ ഈ ടവർ ഓഫ് ലണ്ടനും ലണ്ടൻ ബ്രിഡ്ജും കാണാതെ പോകാറില്ല. ഇതൊക്കെ ഇന്ന് അല്പം ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, തണുപ്പുമുണ്ട്. അല്ലാത്ത സമ്മറിലൊക്കെ ആണെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റാണ് ഇവിടുത്തെ നല്ല കാലാവസ്ഥയെന്ന് പറയുന്നത്. ഈ സമയത്തൊക്കെ ഇവിടെ എപ്പോഴും വളരെ ക്രൗഡായിരിക്കും. ആളുകൾക്കൊക്കെ ഓപ്പൺ സ്പേസിൽ അവിടെ ഇരുന്ന് ഭക്ഷണങ്ങൾ കഴിക്കാനും അതിൻ്റെ സൈഡിൽ മൊത്തം ബെഞ്ചുകളുണ്ട്. ആ നദിയിലെ വ്യൂസ്, അവിടുത്തെ കാഴ്ചകളും കണ്ട് ആളുകൾ റിലാക്സ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണത്. കൊച്ചു കുട്ടികളെയൊക്കെ, സ്കൂളിലൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികളാണ്, അവരെയൊക്കെ കൊണ്ട് ടീച്ചേഴ്സും ചില പേരൻസും ഒക്കെ അതിനോട് അക്കമ്പനി ചെയ്യും, കൊണ്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലീസ്, ഫ്രണ്ട്സിനും എല്ലാം ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.